ഹലോ ഗൈസ്, നമ്മളൊരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം ഫസ്റ്റ്. അപ്പോൾ നമ്മൾ പെരുംജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾ, പിന്നെ കാശ്മീരി ചില്ലി ആട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എരുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് സുറുക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ അയില അതിലേക്ക് ചേർത്ത് മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളും പുറമൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കണേ. നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് കഴിഞ്ഞ് കേട്ടോ. നമുക്കതിലേക്ക് വെളുത്തുള്ളി ചെറുള്ളി അരിഞ്ഞു വെക്കാനുണ്ട്. നമുക്കതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മീനൊന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ. അപ്പം നമ്മൾ മീൻ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കുറച്ച് നീക്കി വെക്കുക കേട്ടോ ചട്ടീൻ്റെ. നമുക്ക് ആ ഉള്ളി ഒന്ന് ഇതാക്കിയെടുക്കണം. മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് നീക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ചെറുള്ളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ വേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു പച്ചമുളക് കീറിയിടുകയും ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ അതിലേക്ക്. പിന്നെ നമ്മൾ മസാല ആക്കി വെച്ചിരുന്നല്ലോ കുറച്ച്, ആ മീൻ മസാല ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്കും കുറച്ച് അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനും കണ്ട് മസാല ഉണ്ടാക്കണേ. നല്ല അടിപൊളിയായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റായി അറിയിക്കണം കേട്ടോ, മറക്കരുതേ. അപ്പോൾ നമ്മളിനി മീൻ നമുക്ക് ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ ആ ഉള്ളിയും പച്ചമുളകും ഒക്കെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കൊന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. മീൻ മൊത്തമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ മസാലയിൽ ഒന്നുകൂടി വേവിച്ചെടുക്കുക കേട്ടോ. തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എണ്ണ കുറച്ചുകൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് മറിച്ചിടാനൊക്കെ പറ്റും കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ വെന്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.